അലങ്കരിച്ചു കൊടുക്കുകയാ. പുതിയാപ്ലയെ പോലെ, മണവാളനെ പോലെ, മണവാട്ടിയെ പോലെ സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഹാഭാഗ്യം തരണേ അല്ലാഹ്. മറിച്ച് ദുർനടപ്പുകാരനാണെങ്കിലോ, തെറ്റുകൾ മാത്രമാണ് ജീവിതത്തിന്റെ സമ്പാദ്യമെങ്കിലോ, അവനോട് മലക്കുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അവൻ മറുപടി പറയുകയാ, ഇല്ല എനിക്കറിയില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും എന്റെ മക്കൾ മറുപടിയില്ല. ഏത് റബ്ബിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? ഏത് നബിയെ കുറിച്ചാണ് ചോദിക്കുന്നത്? ഏത് നബിയെ പറ്റിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? എനിക്കിതിനെ കുറിച്ചൊന്നും മറുപടി പറയാനില്ല എന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് ആ മനുഷ്യൻ മറുപടി കൊടുക്കുമ്പോ മഹാന്മാരായ മുൻകർ നബിയ്യ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ കയ്യിലുള്ള ഒരു തണ്ടെടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ലാതെ അടിക്കുകയാ. ആ അടിയങ്ങോട്ട് ലഭിക്കുമ്പോ, ഒരു അടിയാ മനുഷ്യന്റെ ശരീരത്തിൽ പതിക്കുമ്പോ 7 മുഴം അതിന്റെ താഴേക്ക് അവൻ താഴ്ന്നു പോകുകയാ. 7 ആകാശവും ഭൂമിയും ആ അടി കേൾക്കുമ്പോ കിടുകിടാ വിറക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് നന്മകളൊന്നും ചെയ്തിട്ടില്ല റബ്ബേ. മഹാനായ അബൂബക്കർ തങ്ങൾ പാടിയതുപോലെ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ഇലാഹി യാ അല്ലാഹ് ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. സ്വർഗ്ഗം ലഭിക്കാനുള്ള ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ല റബ്ബേ. പക്ഷേ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, നരകത്തിലേക്ക് പോകാനും എന്നെ കൊണ്ട് കഴിയില്ല അല്ലാഹ്. ഫഗ്ഫിർ ദുനൂബി, എന്റെ പാപങ്ങളെല്ലാം പുറത്തു തന്നുകൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹുവേ എനിക്ക് നീ സ്വർഗം തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കബറിനകത്ത് നമുക്ക് രക്ഷ വേണ്ടയോ? ആ കബറിനകത്ത് നമുക്ക് സമാധാനം വേണ്ടയോ? ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം നമ്മുടെ മുന്നിൽ അല്ലാഹു നൽകുമ്പോ എന്തിനാണ് നമ്മൾ തള്ളിക്കളയുന്നത്? എന്തിനാണ്, എന്ത് ധൈര്യത്തിലാണ് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാതെ തിന്മയുടെ പിന്നാലെ പോകുന്നത്? അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബോധം തരണേ അല്ലാഹ്, ബോധ്യം തരണേ അല്ലാഹ്. മഹദിയായ ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ ആ മഹദി അവരുടെ ജനാസ വഹിച്ചു കൊണ്ടുപോകുകയാ പ്രിയപ്പെട്ട സഹാബത്തുൽ കിറാം. അങ്ങനെ മദീന പള്ളിയുടെ ചാരത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ കുലുക്കി വെച്ച ഖബറുണ്ടല്ലോ, ആ ഖബർ